നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ഒരു പൊന്മല ക്ഷേത്രമുണ്ട്. അതിൻ്റെ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം. ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പുകൾ കയറിയിട്ടുള്ള നാട്ടുവഴികളിലൂടെയാണ് ഇതിൻ്റെ മുകളിലേക്ക് പോകേണ്ടത്. ഇതല്ലാതെ ബൈക്ക് മാത്രം വരുന്ന ഒരു വഴി ഉണ്ട്. അത് ക്ഷേത്രത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ ബൈക്കുമ്പോൾ നമുക്ക് വരാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ഒരു കുന്നും പ്രദേശം, അതിൻ്റെ ചെറിയ കാഴ്ചകളും പിന്നെ ഒരു വറ്റാത്ത നീരുറവയുണ്ട്. അതിൻ്റെ ചെറിയ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ ഈ ആൽമരം കണ്ട അതിനോട് തൊട്ട് തന്നെയാണ് പൊന്മല ക്ഷേത്രം. നടന്നു വരുമ്പോൾ കുറച്ചധികം സ്റ്റെപ്പ് കയറാണ്ട്. ഈ കൊച്ചു സ്റ്റെപ്പും കൂടി കയറാണ്ട് കേട്ടോ. ഇതിലൂടെ കഴിഞ്ഞ് നമ്മളതിൻ്റെ ടോപ്പിലെത്തും. അപ്പോൾ ഈ കാണുന്നതാണ് പൊന്മല ക്ഷേത്രം. എവിടെയുള്ള പ്രതിഷ്ഠയ്ക്ക് താഴെ ഒരുപാട് സ്വർണം പൊന്നും ഒക്കെയുണ്ട്. അതുകൊണ്ടാണ് പൊന്മല എന്ന് പേര് വന്നത് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരിക്കലും പറ്റാത്ത ഒരു കുളം ഈ കുന്നിൻ്റെ മുകളിലുണ്ട്. ഈ അമ്പലം റോട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-60 അടി മുകളിലാണ്. ഇത്രയും മുകളിലാണെങ്കിൽ കൂടിയും ഇവിടെ വേനലിലും കൂടി പറ്റാത്ത ഒരു അത്ഭുത കുളം ഉണ്ട്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെയുള്ള ആളുകൾ കടുത്ത വേനലിൽ ജലക്ഷാമം അനുഭവിക്കുമ്പോൾ ഇവിടെ വെള്ളം വറ്റാറില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇതാണ് ആ കുളം. പാറയ്ക്ക് നടുവിൽ ഒരു ജലസംഭരണി ചുറ്റുപാടും കെട്ടിയിട്ടൊക്കെ ഉണ്ട്. ഇവിടുത്തെ വെള്ളത്തിന് ഒരുപാട് ഔഷധ ഗുണം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. വേനലിലും പറ്റാത്ത നീരുറവയും ഇവിടുത്തെ കൽവിളക്കും പാറക്കൂട്ടങ്ങളും പച്ചപ്പും വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച അനുഭവം തന്നെയാണ് എനിക്ക് നൽകിയത്. തൃശ്ശൂർ കുന്നംകുളം റോട്ടിലെ കേച്ചേരിയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് ദൂരം. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ പൊന്മല എന്ന് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വഴി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇവിടെ എന്തോ പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടന്മാർ കൊടുന്ന് വെച്ച ബാഗും അവരുടെ ബൈക്കും ഒക്കെ അവിടെ കാണാം. ഇതിനോട് ചേർന്നൊരു കുന്നും പ്രദേശമുണ്ട്, ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ച നമുക്ക് കാണാം. ഇവിടെ നമുക്ക് വേണ്ട നിർദ്ദേശം എഴുതി വെച്ചിട്ടുണ്ട്. ആ ബോർഡ് വെച്ചതിന് സൈഡിൽ കൂടെ ഒരു വഴി മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അതിലൂടെ കയറിയ ഇവിടുത്തെ വ്യൂ പോയിന്റിൽ എത്തിച്ചേരാം. നല്ല വെയിലുള്ള സമയത്തും തണുപ്പും അതുപോലെ ഒരു ഇളം കാറ്റും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കശുമാവിൻ്റെ തൈയാണ് ഇവിടെ വളർന്ന് നിൽക്കുന്നത് കാണുന്നത്. കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോകണം അതിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടണമെങ്കിൽ. ക്ഷേത്രമായതുകൊണ്ട് തന്നെ അധികം പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് അതുപോലെ ബിയർ കുപ്പി അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ക്ഷേത്ര പരിസരം ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കുന്നുണ്ട്. ഈ പുല്ലിൻ്റെയൊക്കെ ഇടയിൽ കൂടെ പോകണം കേട്ടോ. ഏകദേശം അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഒരു പാലമരം അതുപോലെ കള്ളിമുൾച്ചെടി കണ്ട. പാറയുടെ മുകളിൽ അധികം കള്ളിമുൾച്ചെടി ഞാൻ കണ്ടിട്ടില്ല. ഇത് കണ്ട, ഇതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ്.
വീണ്ടും നമ്മൾ മുന്നോട്ട് പോകട്ടെ. മുന്നോട്ട് പോകുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകൾ നല്ല രസമാണ്. ചുറ്റും പാടശേഖരമാണ് കാണുന്നത്. പണ്ട് ടിപ്പു സുൽത്താന്റെ ആക്രമണങ്ങൾ നിരന്തരമായി നടന്നിരുന്ന സമയത്ത് ഈ കുന്നിൻ പ്രദേശം ഒരു സൈനിക നിരീക്ഷണ താവളമായിട്ട് പ്രയോജനപ്പെടുത്തിയിരുന്നു. ഈ കുന്നിൻ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആക്രമിക്കാൻ വരുന്നവരെ പെട്ടെന്ന് നിരീക്ഷിച്ച് കണ്ടെത്തുവാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് ഇത് ഒരു സൈനിക നിരീക്ഷണ കേന്ദ്രമായിരുന്നു ആ കാലഘട്ടത്തിൽ. ആ വീഡിയോയില് പാടമൊക്കെ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. പുലർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കോടമഞ്ഞും നല്ല പ്രഭാത കാഴ്ചകളും നമുക്ക് കാണാം. ഈ കുന്നിൻ്റെ മുകളിൽ കുറച്ച് ദൂരം പാറയുടെ മുകളിലൂടെ പുല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കാം. ഒരു ട്രക്കിംഗ് പാത്ത് പോലെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അത്യാവശ്യത്തിന് തവള കുഞ്ഞുങ്ങൾ ഇതിലുണ്ട്. അവ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുണ്ട്. ആ മെയിൻ റോഡിൽ കൂടെ വണ്ടി പോകുന്നതൊക്കെ കാണാട്ടോ. പക്ഷെ നമ്മുടെ വീഡിയോയിൽ എത്രത്തോളം അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്നതാണ് പെരുവന്മല എന്ന് പറഞ്ഞ സ്ഥലം. അതിൻ്റെ കുന്നിച്ചെരുവാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ വീഡിയോയിൽ അത് എത്രത്തോളം നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെ കാലത്ത് നേരത്തെ വന്ന പ്രഭാത കാഴ്ചകളും ഈവനിങ്ങിന് നമുക്ക് സൺസെറ്റും ആസ്വദിക്കാനായിട്ട് പറ്റും. ഈ കുന്നിൻ്റെ മുകളിൽ നമുക്ക് തൃശ്ശൂർ ടൗണിൻ്റെ കുറച്ച് ഭാഗം, അതുപോലെ ശോഭ സിറ്റി, മുണ്ടൂര് പള്ളി, ഇതൊക്കെ നമുക്ക് കാണാം. നമുക്ക് മൊബൈലിൽ അത് വീഡിയോ എടുക്കുമ്പോൾ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു അടിപൊളി പാലമരം ഉണ്ട് കേട്ടോ അവിടെ. അതാണിപ്പോൾ കാണുന്നത്. വലിയൊരു മൊബൈൽ ടവർ ഉണ്ട്. മഴക്കാലം കഴിഞ്ഞതുകൊണ്ട് തന്നെ പുല്ലൊക്കെ വാടി കരിഞ്ഞ് ബ്രൗണ് കളറായി തുടങ്ങി. നല്ല മഴക്കാലത്ത് വന്നാൽ നല്ല അടിപൊളി പച്ചപ്പിൽ കാണാം. ഇവിടുത്തെ വ്യൂവും ഈ അമ്പലവും തീർത്ഥക്കുളം ഇതൊക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാഴ്ചകൾ. ഒപ്പം അടിപൊളി കാറ്റും നല്ലൊരു കാലാവസ്ഥയും. ഇവിടെ എവിടെ നോക്കിയാലും പാടശേഖരം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു മൊബൈൽ ടവർ ഉണ്ട്. നമുക്ക് ആ ശോഭ സിറ്റിയുടെ ഭാഗം അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മളപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ആദ്യം കയറി വരുമ്പോൾ കണ്ട കശുമാവൻ തോപ്പില്ലേ, അവിടെ എത്തി. ഇവിടെ കുറച്ച് നേരം ഇരിക്കാനൊക്കെ പറ്റും. അതിനുള്ള പാറക്കൂട്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ശ്രദ്ധിച്ചിരിക്കണം, പാമ്പുണ്ടോയെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.